അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് അഫോർഡബിൾ റേറ്റിൽ കിട്ടിയിട്ടുള്ള കുറച്ച് ടോപ്സാണ്. ക്രോപ്പ് ടോപ്പും ലോങ് ടോപ്പും ഒക്കെ ഉണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. അഫോർഡബിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ റേറ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് കളറിൽ സിമ്പിളായിട്ട് സ്ലീവിലും ഒക്കെ ഡിസൈൻ. ഇതേപോലെ സ്ലീവിലാണ് മെയിനായിട്ട് ഡിസൈൻ വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ടോപ്പ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ടോപ്പിൽ പ്രത്യേകിച്ചിട്ട് വേറെ ഡിസൈൻ ഒന്നുമില്ല, ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ലൈനിങ് വരുന്നുണ്ട്, നമ്മുടെ അരയുടെ അവിടെ വരയ്ക്കും എന്ന് പറഞ്ഞ പോലെ പകുതി വരയ്ക്കും ലൈനിങ് ഉണ്ട്. ഇത് ഷോളാണ് വരുന്നത്. ഷോള് ഒരു പ്രത്യേക തരം ഷോളാണ്. നെക്കിൻ്റെ നേരെ സെൻറ്ററിൽ വെക്കുന്ന ഭാഗത്ത് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഷോള് വരുന്നത്. വളരെ ചെറുതാണ് ഷോളൊക്കെ, ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ. പിന്നെ പാൻറ് പലാസോ ടൈപ്പ് പാൻറ്റാണ് വരുന്നത്, കുറച്ച് ലൂസായിട്ട്. എന്നിട്ട് അതിലും പാൻറ്റിൻ്റെ എൻഡിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ വർക്ക് വരുന്ന ആ ഒരു ടൈപ്പിലാണ് പാൻറ്റും വന്നിട്ടുള്ളത്. നല്ല മെറ്റീരിയൽ ആയാലും സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ലുക്ക് എങ്ങനെ വരുന്നതെന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇട്ടിട്ടുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത്. സ്ലീവ് എനിക്ക് കുറച്ച് ലൂസായിരുന്നു, അതൊന്ന് ടൈറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ റേറ്റ് 626 ആ ഒരു റേറ്റിലാണ് വരുന്നത്. എന്താ പറയുക, ആ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ വരികയും ചെയ്യുന്നുണ്ട്. സ്റ്റിച്ചിങ് ചാർജും ഒക്കെ കൂട്ടുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റിന് ഇത് അഫോർഡബിൾ എന്ന് തന്നെയേ പറയാൻ പറ്റുള്ളൂ. അത്രയും സിമ്പിളാണ് സാധനം, നല്ല നീറ്റായിട്ടും ഉണ്ട്. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിത് സ്മോൾ സൈസാണ് എടുത്തത്. ഞാൻ അധികവും സ്മോൾ മീഡിയം അങ്ങനെ നോക്കിയിട്ടാണ് എടുക്കാറ്. ഇത് ഞാൻ സ്മോളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് സ്ലീവ് മാത്രമേ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം തോന്നിയിട്ടുള്ളൂ. അതല്ലാണ്ട് ഇങ്ങനെ ഇടണം എന്നുള്ള ആൾക്കാർക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം, കാരണം ഇപ്പോൾ അതും ഒരു ഫാഷനാണല്ലോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ചെറിയൊരു എന്താ പറയുക ഫ്രോക്ക് എന്ന് പറയാം. മെറ്റീരിയൽ വരുന്ന എന്താ പറയുക, നല്ല തിളക്കമുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. നല്ല പഞ്ഞു പോലെയും ഉണ്ട്. എന്നാൽ മെറ്റീരിയലിൻ്റെ ക്രേപ്പല്ല, ക്രേപ്പിലും കുറച്ച് തിക്കായിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. ചെറിയൊരു പഫൊക്കെ വരുന്ന പോലെയും, പിന്നെ സൈഡിൽ സ്ലീവിൻ്റെ എൻഡിൽ ഒരു എന്താ പറയുക എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ താഴത്ത് സെൻറ്ററിലല്ല സൈഡിലായിട്ട് താഴത്ത് ഒരു ഓപ്പണും. ഇതിൻ്റെ ഒരു പ്രത്യേക തരം സ്റ്റിച്ചിങ് തന്നെയാണ് ഇതിൻ്റെ. ഇങ്ങനെ ഈ ഹൈനെക്കല്ല, ബോട്ട്നെക്കാണേ കൊടുത്തത്. ബോട്ട്നെക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു, എനിക്ക് നല്ല ഫിറ്റായിട്ട് തന്നെ തോന്നി. ഇതും ഞാൻ സൈസ് എടുത്തത് സ്മോൾ തന്നെയാണ്. റേറ്റ് വരുന്നത് 488 488 അടിപൊളിയാണ്. കാരണം ആ ഒരു റേറ്റിന് ഇത് സൂപ്പറാണെന്നേ പറയാൻ പറ്റൂ. എല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നതൊക്കെയും എപ്പോഴും ഞാൻ കാണിച്ചിട്ടുള്ളതൊക്കെ ഒരുപാട് റേറ്റിൻ്റെ എല്ലാം കുറഞ്ഞ റേറ്റിൽ തന്നെയായിരിക്കും. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് നല്ല പ്രൊഡക്റ്റ് എന്നുള്ള രീതിക്ക് ഞാൻ എപ്പോഴും കാണിച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് ഈ ഒരു ബ്ലാക്കിൽ വൈറ്റും ബ്ലാക്കും മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫ്രോക്കാണ്. സ്ലീവ്ലെസ് ആണ് വന്നിട്ടുള്ള. ബാക്കിൽ സിബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്തിയുമാണ്. എന്താ പറയുക, ഒരു ബനിയൻ ടൈപ്പ് എന്ന് തന്നെ പറയാം. ലൈക്ര എന്നായിരിക്കും മെറ്റീരിയലിൻ്റെ ശരിക്കും പേര്. നമ്മളെപ്പോഴും എന്ത് വലിയ ടൈപ്പ് എന്ത് ക്ലോത്തിന് നമ്മളപ്പോൾ തന്നെ ബനിയൻ തന്നെയാണല്ലോ. അപ്പോൾ ലൈക്ര എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം. ബാക്കിൽ സിബൊക്കെ ഉണ്ട്. ഞാൻ സ്മോളാണ് എടുത്തത്. സ്മോളാണെങ്കിലും സിബൊന്നും ഊരിയിടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, അല്ലാണ്ട് തന്നെ ഇടാൻ പറ്റുന്നുണ്ട്. കുറച്ച് ലൂസാണ്, കുറച്ച് ഒരു പൊടിക്ക് ലൂസ്, പക്ഷെ അങ്ങനെ ഇടാന്നുള്ള ആൾക്കാർക്ക് ഇടാം. പിന്നെ ഇത് മെറ്റേണിറ്റി വെയർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് ആ ഒരു ടൈപ്പും കൂടിയാണെന്ന് എനിക്ക് തോന്നി. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇട്ടിട്ടുള്ള ആ ഒരു ഇത്. നെക്കൊക്കെ നല്ല കയറിയിട്ടുള്ള ഒരു ടൈപ്പ് നെക്ക്. ഈ ഒരു ലെങ്ത്താണ് വരുന്നത്. ഇതിനും 448 448 ഇത് പൊള്ളിയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല കംഫർട്ട്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും വീട്ടിൽ നിന്ന് ഇടാനാണെങ്കിൽ പോലും നമുക്കിത് ഇടാം. പുറത്ത് പോകുമ്പോൾ ഇടാനും കുഴപ്പമൊന്നുമില്ല, അത്രയും നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തത് ഫുൾ ലെങ്ത് ടോപ്പാണ്. മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആ ഒരു ടൈപ്പിൽ ഫ്ലോറലാണ്. ഇതേപോലെ ചെറിയൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. പഫും ഉണ്ട്. പിന്നെ ഏറ്റവും സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ യോക്കിൽ ചെറിയൊരു ഡിസൈനൊക്കെയാണ് വരുന്നത്. നമ്മൾ എലാസ്റ്റിക് ത്രെഡൊക്കെ വെച്ച് ചെയ്യൂലേ ആ ഒരു ടൈപ്പിൽ. ബാക്കിലും വരുന്നുണ്ട്. ബാക്കിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലാണ് കുറച്ച് കൂടുതലായിട്ട് ഒരു വി പോലെയൊക്കെ വരുന്ന പോലെ ഉണ്ട്. പിന്നെ രണ്ട് ഭാഗത്തും പോക്കറ്റും ഉണ്ട്. ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് എന്ന് വെച്ചാൽ ഫുൾ ലെങ്ത് തന്നെയാണ്. എനിക്ക് അങ്ങ് താഴത്ത് വരയ്ക്കും നല്ല ലെങ്ത് ആയിട്ട് തന്നെ ഇരുന്ന്. ഈ ഒരു യോക്കിൻ്റെ ഉണ്ടല്ലേ, ഇതേപോലെയാണ് യോക്കിൻ്റെ ഡിസൈൻ വരുന്നത്. കുറച്ച് ഷേപ്പ് ആക്കണം എന്നുള്ള ആൾക്കാർക്ക് ഷേപ്പ് ആക്കാം. എനിക്കിത് സ്മോൾ സൈസിൽ കറക്റ്റ് ഫിറ്റാണ്. ഇനി ഇതിലൊന്നും എനിക്കിപ്പോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കറക്റ്റ് സൈസിൽ തന്നെയാണ് കിട്ടിയത്.
കണ്ടില്ലേ, സ്ലീവ് ആയാലും ഫുൾ ലെങ്ത് ആണ്. എനിക്കിങ്ങനെ അധികം ഫുൾ സ്ലീവ് അധികം താഴത്തെ ഇടുമ്പോൾ ഒരു ശ്വാസം മുട്ടുന്ന പോലെ, അതുകൊണ്ട് ഞാൻ കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. 479 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. എല്ലാം 500 താഴെ അങ്ങനെ വരുന്നുള്ളൂ. നല്ല സ്റ്റിച്ചിങ് ആയാലും ഒക്കെ നല്ല കംഫർട്ടായിട്ടുണ്ട്. ഇതൊക്കെ എത്ര വാഷ് ചെയ്താലും കളറൊന്നും ഫെയ്ഡ് ആവുകയില്ല. കാരണം അറിയാലോ, ജോർജറ്റ് ഷിഫോൺ ആ ഒരു ടൈപ്പിലൊക്കെ വരുന്നത് കളറൊന്നും അങ്ങനെ പോവുകയില്ല, എപ്പോഴും ഒരേ ഒരു ഇതിൽ നിൽക്കും. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് ടോപ്പാണ്. ഈ ഒരു ക്രോപ്പ് ടോപ്പ് ബനിയൻ മെറ്റീരിയൽ, അതും ലൈക്രേറിനെ പോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ കുറച്ച് എന്താ പറയുക, നേരിയ ടൈപ്പിൽ വരുന്ന ടൈപ്പ്. പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഒരു വേറെ തന്നെ ഒരു സ്റ്റിച്ചിങ് ആണ്. ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ഫ്രില്ല്, പിന്നെ അതേപോലെ തന്നെ ടോപ്പിൻ്റെ സൈഡിൽ കുറച്ച് ഫ്രില്ല്, പിന്നെ ലൈനിങ്ങും വരുന്നുണ്ട് ഇതിന്. ഇത് നല്ല എന്താ പറയുക, ഈ ഒരു ക്രോപ്പ് ടോപ്പിന് ഓഫറിൽ കിട്ടിയൊരു സാധനമാണിത്. 1000 സംതിങ് ആയിരിക്കും ഇപ്പോഴത്തെ അതിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 350 ആയിരുന്നു. ഞാനിത് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടേ കുറച്ചായി. എപ്പോഴാണ് ഇതിൻ്റെ റേറ്റ് കുറയുന്നത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയും നോക്കിയിട്ട് തന്നെയാണ് ഓരോന്ന് നോക്കാറ്. അപ്പോൾ ഓഫറിൽ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇത് നമുക്ക് ജീനിൻ്റെ കൂടെ ആയാലും സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. സ്ലീവ്ലെസ് ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈനും. എനിക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര ഫേവറേറ്റ് കളറാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ അങ്ങനെ എടുത്തതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350ൻ്റെ അകത്ത്, എന്താ പറയുക 349 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് തരാം. താങ്ക്